ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പോകുവാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമയം 7 മണി ആകാറായിട്ടുണ്ട്. നമ്മൾ 8 മണിക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മളതെല്ലാ സാധനങ്ങളും ഒന്നും കൂടി ഞാൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന്. പിന്നെ നമ്മൾ രാവിലെ 8 മണിക്ക് തന്നെ പോകുന്നതിന് പ്രത്യേകം കാരണമുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ. ആ വർക്ക്ഷോപ്പിൽ വണ്ടി വന്ന് കിടക്കുന്നതിന് തൊട്ട് മുന്നേ, അത് തുറക്കുന്നതിന് മുന്നേ നമുക്ക് അവിടെ ചെല്ലണം. അപ്പോൾ അമ്മ വായിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ അച്ഛനും മോളും കൂടി രാവിലെ നടക്കാൻ ഇറങ്ങാൻ പോവാണ് കേട്ടോ. അതാ ഞാൻ സമയം തെറ്റിച്ച് പറഞ്ഞതാണ്. 6:30 ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അമ്മ വായിക്കാനും പോകുന്നുണ്ട്. തൊട്ടടുത്ത അമ്പലത്തിൽ നമ്മൾ ഇന്നലെ കാണിച്ചില്ലേ, ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ മനക്കൻ അമ്പലത്തിൽ. പിന്നെ അതേ അവർ നടക്കാനൊക്കെ പോയിട്ട് വന്ന സമയമാണ് കേട്ടോ. അച്ഛൻ പത്രം വായിച്ചിട്ട് എന്തോ 100 വയസ്സുള്ള ഒരു അമ്മമ്മ ശബരിമലയ്ക്ക് പോയ കാര്യം എന്നോട് പറഞ്ഞുകൊണ്ട് ചിരിക്കുവാണ്. പിന്നെ അതേ ശിവക്കുട്ടിന് ഞാൻ ഫുഡ് കൊടുത്തു കേട്ടോ, ബിസ്ക്കറ്റാണ് കൊടുത്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേ കുളിച്ച് റെഡിയായി. പിന്നെ നമ്മുടെ ശിവക്കുട്ടിനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ദേ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട് 2 പേരെയും. നമ്മുടെ ശിവക്കുട്ടൻ നടന്നു വരുന്നതുണ്ടോ. അധികം ഭക്ഷണം ഇന്ന് കഴിച്ചിട്ടുമില്ല കേട്ടോ, ഒരുപാട് നേരത്തെ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇനി ചെന്നിട്ട് ഫുഡ് കൊടുക്കണം. പിന്നെ അതേ എൻ്റെ അച്ഛൻ വാങ്ങിച്ച ഡ്രസ്സാണ്, ചെരുപ്പാണ് കേട്ടോ. നമ്മുടെ കാത്തുമ്പിക്ക് വാങ്ങിച്ചതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അച്ഛൻ പോവാണ് കേട്ടോ. അച്ഛൻ പോയി, അച്ഛന് 9 മണിക്ക് ഇവിടെ കയറണം. പിന്നെ ആ സമയത്ത് നിതിൻ്റെ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് വെക്കാനായിട്ട് തുടങ്ങി. ഇത് അലമാരയാണ് കേട്ടോ. അലമാര നമുക്ക് കൊണ്ടുപോകണം. അപ്പം അത് എടുത്തുകൊണ്ട് പോവുകയാണ്, വണ്ടിയിലേക്ക് വെക്കണം. അതിനുള്ളിൽ സാധനങ്ങൾ നിറച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കത് എടുക്കാൻ നല്ല കനമുണ്ടായിരുന്നു കേട്ടോ. അവൻ അമുങ്ങിപ്പോണ പോലെ ആയിപ്പോയി. അതൊരുവിധം നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറേ സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിനിതാക്കയും കൊച്ചും കൂടിയിട്ട്, അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ കാത്തും. ഇല്ലാതെ അവൻ ക്ലാസ്സിലേ ഇരിക്കാറില്ല. അപ്പം നന്ദുക്കുട്ടൻ വന്നിട്ട് കാത്തുമ്പിക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെയോ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവുകയാണ്. ഭയങ്കര സങ്കടമാണ് കേട്ടോ. അതാണ് വിനിത അധികം ഒന്നും സംസാരിക്കാതെ നേരെ അങ്ങ് പോവുമായിരുന്നു. നമുക്ക് ഭയങ്കര വിഷമമാണ് നമ്മുടെ ശിവക്കുട്ടനെ പിരിയുന്നത്. അങ്ങനെ ബിരുദമൊക്കെ നേരെ സ്കൂളിലേക്ക് അവരാക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ നമുക്ക് കുറേ സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ബെഡ് നമ്മൾ 2 ബെഡ് താഴെ ഇട്ടായിരുന്നു കേട്ടോ ഇവിടെ കിടന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബെഡ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, ബാക്കി ഒരു ബെഡ് ഇവിടെ ഇടുന്നുണ്ട്. പുറകെ ഓരോ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്ത് വണ്ടിയിലാക്കി സെറ്റാക്കി വെച്ച് കഴിഞ്ഞു. അപ്പോൾ അവർ ആദ്യം പോയി. പിന്നെ ഞാൻ നിതിൻ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും നിതിനും പിള്ളേരും കൂടി നമ്മൾ പുറകെ പോവുകയാണ്. അങ്ങനെ അമ്മയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ആദ്യം ടാറ്റ തന്നില്ല കേട്ടോ. പിന്നെ അമ്മ വീഡിയോ എടുക്കുന്ന ടാറ്റ തന്നു പറഞ്ഞിട്ട് ടാറ്റയൊക്കെ വാങ്ങിച്ച് നമ്മളിതേ പോവുകയാണ്. കണ്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പുറകെയുള്ള വീഡിയോസിൽ കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് ഇങ്ങനെ മണ്ണുണ്ട് കേട്ടോ. മണ്ണിൽ ഇങ്ങനെ ഓടിക്കളിക്കാൻ ഒത്തിരി സ്ഥലമുള്ളതുകൊണ്ട് നമ്മുടെ ശിവക്കുട്ടൻ ആദ്യം തന്നെ മണ്ണിലോട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാത്തുമ്പി ശിവക്കുട്ടനും കൂടി ചോറൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഒരേപോലെ കണ്ണും പൊത്തി കിടന്ന് ഉറങ്ങുകയാണ്. നമ്മൾ ഉച്ചയ്ക്ക് ചോറ് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളത് വീഡിയോ എടുത്തില്ല. ഈവനിങ് ആയപ്പോൾ നമ്മൾ കാപ്പിക്ക് പപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മുട്ട പപ്സും പിന്നെ ചിക്കൻ നിറച്ചതും. ഇത് മറ്റേ സമൂസയില്ല, അതിന് ഇവിടെ ചിക്കൻ നിറച്ചതെന്ന് പറയും. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് അങ്ങനെ കഴിച്ചു. അതേ നമ്മുടെ ശിവക്കുട്ടനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനും അതിൻ്റെ ആ ഒരു പുറത്ത് ഉള്ള ആ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമാണ്, അത് അവൻ അങ്ങനെ കഴിച്ചു. പിന്നെ നമ്മൾ രാത്രിയിൽ സ്റ്റാറൊക്കെ തൂക്കി. പിന്നെ നമ്മുടെ കുഞ്ഞു സീരിയൽ ബൾബും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണേ. നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കാണുന്നത് വരെ ടാറ്റാ.